കരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് നിവിനെ കാണാനായിട്ട് രാഗിണി വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് രാജേശ്വരിക്കും സത്യനാഥിനും ഒക്കെ ഭയങ്കര സന്തോഷമായി അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട്, രാഗിണി അങ്ങോട്ട് വന്നതുകൊണ്ട്. അങ്ങനെ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. നിവിൻ മുറിയിലുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ രാജേശ്വരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഈ സമയത്ത് നിവിൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഒരു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ടവല് പാത്രമൊക്കെ എടുത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാഗിണിയുടെ വരവ്. അപ്പം നിവിൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പം നിവിൻ കിടന്ന് ഉറങ്ങുവാന്നൊക്കെയാണ് രാജേശ്വരി പറഞ്ഞിരുന്നത്. കാരണം ഫോൺ വിളിച്ചിട്ട് നിവിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് രാജേശ്വരി അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴോ ഡാൻസ് കളിക്കുന്ന നിവിനെയാണ് കണ്ടത്. പെട്ടെന്ന് രാഗിണി അകത്തേക്ക് കയറി വന്നു. നിവിൻ ഡാൻസ് കളിച്ചിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് രാഗിണിയെ കാണുന്നത്. ഒരു നിമിഷം നിവിൻ ഒന്ന് ഞെട്ടിപ്പോയി. നീയോ? നീ എന്താ ഇവിടെ? അതെന്താ നീ ചോദിക്കാതെ പറയാതെ വന്നേ? അറ്റ്ലീസ്റ്റ് ഒന്ന് കഥകയിലൊന്നും മുട്ടുമെങ്കിലും ചെയ്യണ്ടേ? നിവിൻ ആകെപ്പാടെ ഒരു നാണം തോന്നി. ഒരു ടവല് മാത്രമല്ലേ ഉടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും രാഗിണി പറഞ്ഞു, അതിനെന്താ, ഞാനല്ലേ കയറി വന്നേ. നിന്നെ എത്ര വട്ടം ഞാൻ വിളിച്ചു. അതിന് ഞാൻ കുളിക്കുമായിരുന്നു. 3 ദിവസമായിട്ട് നീ കുളിക്കുമായിരുന്നോ? അല്ല, അത് ഞാന്. വേണ്ട, കൂടുതലൊന്നും നീ പറയണ്ട. പെട്ടെന്ന് റെഡിയാവ്. എടി, നീ എന്തിനാ ഇവിടെ ഇരിക്കണേ? നീ ആ പുറത്തേക്ക് ഇറങ്ങിപ്പോ. എനിക്ക് ഡ്രസ്സ് മാറണ്ടേ. അതിനിപ്പോ എന്താ? ഞാൻ ഇവിടെ ഇരുന്നോർത്തോണ്ട് നിന്റെ മാനം പോവോ? അയ്യോ, ഞാൻ ഇവിടെ ഇരുന്നോണ്ട് നിന്റെ മാനം പോകത്തൊന്നുമില്ല. ഞാൻ നിന്നെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. മര്യാദയ്ക്ക് ഡ്രസ്സ് മാറടാന്ന് പറഞ്ഞു. നീയും പറഞ്ഞു, ദൈവത്തെ ഓർത്തൊന്ന് ഇറങ്ങി പോകാവോ? അതെ, നീ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ, ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു. പുറത്ത് പോകാൻ എന്തിനാ? അതൊക്കെ പറയാം, നീ ആദ്യം ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞു. നിവിനാകപ്പാടെ പെട്ടുപോയി. എങ്ങനെയെങ്കിലും അവളെ പുറത്തിറക്കിയാലേ മതിയാവുള്ളൂ. ശരി, ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാഗിണി പുറത്തു പോയി ഇരിക്കുകയാണ്. ആ സമയത്ത് നിവിൻ ഓർത്ത് എങ്ങനെ അവളെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. അവളുടെ മുന്നിൽ പോയി ചാടാതെ രക്ഷപ്പെട്ട് നടക്കുമായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നേ. തനിക്ക് അവളെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നേ. തന്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അത് കാവേരിയാണ്. കാവേരി അല്ലാതെ വേറൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി ആർത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല നിവിന്. അങ്ങനെ ഒടുവില് നിവിനെ കഥ തുറക്കാൻ താമസിച്ചപ്പോഴത്തേനും രാഗിണി കഥയെ മുട്ടുവാണ്. ഒടുവില് നിവിനും കഥ തുറന്നു. ആ സമയം രാഗിണി ആ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു. ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് വിളിച്ചിറക്കിക്കൊണ്ട് ഹാളിലേക്ക് വന്നു. ആ സമയം രാജേശ്വരിയും സത്യനാഥനൊക്കെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. ഹാളിൽ ചെന്നിട്ട് അവരോടായിട്ട് ഈ രാഗിണി പറഞ്ഞു, അതെ, എന്നോട് എന്താ പറഞ്ഞ അപ്പച്ചി? നിവിന് ഉറങ്ങുവാന്നല്ലേ പറഞ്ഞേ. എന്നിട്ട് നിവിന് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുമായിരുന്നു. അത് പിന്നെ മോളെ, ഞാൻ കരുതി അവൻ ഉറങ്ങുമായിരിക്കുന്നു. പിന്നെ നല്ല ശബ്ദത്തിൽ പാട്ട് വെച്ച് കിടന്ന് അവൻ കിടന്ന് ഡാൻസ് കളിക്കുമായിരുന്നു. അതെ, ഞാൻ ഇവനെയും കൂട്ടി ഒന്ന് പുറത്തു പോവാ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഞങ്ങളെ വിളിച്ചേക്കരുത്, ശല്യം ചെയ്തേക്കല്ലെന്ന് പറഞ്ഞു. സത്യനാഥൻ പറഞ്ഞു, ശല്യം ചെയ്യാനോ? ഞങ്ങൾ വിളിക്കുന്നേ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ നിവിന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, വാടാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. ആടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കാർ എടുക്കാന്ന് പറഞ്ഞപ്പോൾ രാഗിണി പറഞ്ഞു, കാറൊന്നും വേണ്ട, ബൈക്ക് മതി എന്ന് പറഞ്ഞു. നിവിനാണെങ്കിലും നല്ല ദേഷ്യമാണ്. ബൈക്കേൽ ഇവിടെ പിന്നിലെടുത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒടയിലെ ബൈക്ക് എടുക്കേണ്ട വന്നു. അങ്ങനെ നിവിന്റെ പിന്നെ കയറി രാഗിണി അങ്ങോട്ട് പോകുക. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം രാജേശ്വരിയുടെ സത്യനാഥൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടി, അവർ രണ്ടുപേരും സെറ്റ് ആവുന്ന. എന്റെ മോനെ എനിക്കറിയരുതോ? കണ്ടില്ലേ, രണ്ടുപേരും കൂടെ പോകുന്നു. എന്ത് നല്ല ജോഡിയാന്ന് നോക്കി. രാജേശ്വരി പറഞ്ഞു, എത്രയും പെട്ടെന്ന് കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് വാദോരാത്ത സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഗിണി. ദേ നിവിനെ, ഞാൻ ഇവിടുന്ന് പോയിട്ട് നീ എന്നെ ഒരു വട്ടമെങ്കിലും വിളിച്ചോ? നിന്നെ വിളിച്ചിട്ടുണ്ടെന്ന് തിരിച്ചു വിളിക്കത്ത പോലുമില്ല. അത് പിന്നെ ഞാൻ കരുതിയത് നിന്നെ കാണാൻ പറഞ്ഞെന്ന്. എങ്ങോട്ട്? ബാംഗ്ലൂർക്കാ? അതെ, പിന്നെ ഒന്ന് ഫോൺ വിളിക്കാത്ത ആളാ ഇനി ബാംഗ്ലൂർക്ക് കാണാൻ പറ്റുന്നത്. വെറുതെ പുളു അടിക്കാതെ നിവിനെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് പോണ സമയത്ത് നിവിനെ കെട്ടിപ്പിടിക്കുവാണ് രാഗിണി. അപ്പോഴേക്കും നിവിൻ പറഞ്ഞു, ഒരു കൈയെടുക്ക്. പിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് നോർത്തേണ്ടതാ? ആകാശം ഒടിഞ്ഞു വീഴുവോ? അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിവിന് നല്ല ദേഷ്യമാണ്. അവളുടെ കൈ മാറ്റണമെന്നുണ്ട്. മാറ്റാൻ ശ്രമിച്ചിട്ട് അവളാണെങ്കിൽ മുറുക്ക കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതേ സമയത്ത് ഗംഗ കടയിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഇത് നിവിനല്ലേ? ഇവൻ പിന്നിലൊരു പെണ്ണിനെ ഇരുത്തിക്കൊണ്ടാണല്ലോ പോകുന്നത്. ഇവൻ ഈ പണി മാത്രമുള്ളോ? എപ്പം നോക്കിയാലും ഏതെങ്കിലും ഒരു പെണ്ണ് കാണുമല്ലോ കൂടെ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാവേരി ഇപ്പം തന്നെ ഈ കാര്യം വിളിച്ചു പറഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചോണ്ട് ഗംഗ എന്ത് ചെയ്തു? അപ്പം തന്നെ കാവേരിയെ വിളിക്കുകയാണ്. കാവേരി ചോദിച്ചു, എന്താ ചേച്ചി? അതെ, ആ നിവിനുണ്ടല്ലോ, അവനൊരു ഫ്രോഡല്ലെന്ന് ചോദിച്ചു. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ? ദേ, അവനിപ്പോൾ ഒരു പെണ്ണിനെ പിന്നാലെ ഇരുത്തി പോകുന്നുണ്ടു. ആ പെണ്ണാണെങ്കിൽ അവനെ വട്ടം ചുറ്റി പിടിച്ചിരിക്കുക. കാവേരി ഓർത്താതെ ഏത് പെണ്ണായിരിക്കും? കാവേരിക്ക് ആ പഴയ ടെൻഷനായി. യമുനയായിരിക്കും? യമുനയല്ല,
വേറെ ആരായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ഇനിയിപ്പോൾ രാഗിണി എങ്ങാനും ആണോ എന്നൊരു ചിന്തയുണ്ട്. ചിലപ്പോൾ അവളാവാനും ചാൻസ് ഉണ്ട്. കാവേരിക്ക് എന്തോ മനസ്സിൽ വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നി. ഈ സമയത്ത് ഗംഗ പറഞ്ഞു, അതെ ഇനി അവനുമായിട്ടുള്ള കൂട്ട് അധികമൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടാതെ കാവേരി അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. കാവേരിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു നിവിനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പം. ഈ സമയത്ത് നിവിനെയും കൂട്ടിക്കൊണ്ട് അവൾ പോയത് നേരെ അവളുടെ തോട്ടത്തിലേക്കാണ്. അവിടെ തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ തോട്ടത്തിന് ഓണറെ കാണുന്നില്ല. അയാൾ അപ്പുറത്താണ് മാറിപ്പോയേക്കുമായിരുന്നു. പിന്നെ തോട്ടത്തിലെ ഓണർ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ചീത്ത പറയണം. നീ ഇതെവിടെ പോയി കിടക്കുക? അതെ തോട്ടത്തിൽ പണിയാൻ വന്നാൽ പണിയണം. ഇവിടെ ആരും കള്ളം കയറി എന്തെങ്കിലും പറിച്ചുകൊണ്ട് പോയപ്പോഴും അറിയത്തില്ലോ, എവിടെയെങ്കിലും പോയി കിടന്നോളും. അങ്ങനെ ഇങ്ങനെ കുറേ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിവിൻ ഇടപെട്ടു. നിവിൻ പറഞ്ഞു, എന്ത് പരിപാടിയാണ് കാണിക്കുന്നേ? ഇങ്ങനെയൊക്കെ ചീത്ത പറയാൻ കൊള്ളാവോ? ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ? പിന്നെ പറയേണ്ട സമയത്ത് പറയണം, അല്ലാതെ ഇവരെ കൊണ്ടൊന്നും കാര്യം നടക്കില്ല. നമ്മളെ ഒരു തോട്ടമൊക്കെ നോക്കുന്ന സമയത്ത് ആ രീതി വേണം നിൽക്കാനായിട്ട്. തൊഴിലാളികളോട് ആ രീതി പെരുമാറിട്ട കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയണം. അയാളാണെങ്കിൽ ആകെപ്പാടെ പേടിച്ച് പറിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നിവിൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് രാഗിണിക്ക് ഇഷ്ടപ്പെട്ടില്ല. രാഗിണി വെച്ചു, നിവിൻ എന്തിനാ ഞാൻ അയാളെ ചീത്ത പറഞ്ഞോണ്ടിരുന്നപ്പോൾ അയാളെ പറഞ്ഞു വിട്ടത്? എന്തിനാ അയാളെ വെറുതെ ചീത്ത പറയണേ? അതിന്റെ കാര്യമുണ്ടോ രാഗിണി? കാര്യമുണ്ടോ ഇല്ലെന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നേ. അത് നീ ചീത്ത പറയേണ്ട നീ അയാളെ പറഞ്ഞു വിടണ്ടില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കണം. അപ്പോഴാണ് ജയപാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. ജയപാലൻ പറഞ്ഞു, ഓ ഇനിയിപ്പോൾ ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ അടിയുണ്ടാവും തോന്നല്ലോ. ജയപാലൻ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ജയപാലൻ പറഞ്ഞു, പോട്ടെ ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിവിൻ എന്ത് ചെയ്തു? ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം രാഗിണി പറഞ്ഞു, കണ്ടില്ല അച്ഛാ അവന്റെ ദേഷ്യം കണ്ടോ? ഇങ്ങനെ പോയിട്ടുണ്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പോട്ടെ മോളെ, അവനെ നമ്മുടെ വരുതി കൊണ്ടുവരാ. നീ ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ പറയുന്നേ. നീ എന്തിനാ വിഷമിക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് രാഗിണിയെ. രാഗിണി പറഞ്ഞു, അച്ഛാ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചേ, അല്ലെങ്കിലാ എനിക്ക് ഈ കല്യാണത്തിന് അത്ര സമ്മതമൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞു. അവനെന്നെ നേരെ ചൊവ്വ എന്ന് വിളിക്കാറ് പോലുമില്ല. പിന്നെ ഞാൻ എന്തിനാ അവന്റെ ഭാര്യയാന്നേ? എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്റെ പൊന്നു മോളെ നീ ഒന്ന് സമാധാനപ്പെട്, അവനെയൊക്കെ നമുക്ക് വരുതി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയപാലൻ അങ്ങനെ മോളെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് നിവിൻ അങ്ങോട്ട് പോകുമ്പോഴത്തേനും വേണം യമുന ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ടേ. യമുനയെ കണ്ടുകഴിഞ്ഞപ്പോൾ നിവിൻ പെട്ടെന്ന് ബൈക്ക് നിർത്തി. അല്ല ബസ് കാത്ത് നിൽക്കുകയാണോന്ന് ചോദിച്ചു. അതെ. അല്ല കോളേജിൽ കൊണ്ടുവിടാൻ പറ്റോ വേണോന്ന് ചോദിച്ചു. യമുന പറഞ്ഞു, അത് പിന്നെ എന്ന് പറഞ്ഞു. അല്ല വേണേ കയറിക്കോ, ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. യമുനയ്ക്ക് തോന്നി നിവിൻ അല്ലേ തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്. നിവിൻ സാരി മേടിച്ച് തനിക്കാന്നുള്ള ചിന്തയായിരുന്നു യമുനയുടെ മനസ്സിൽ. ആ ശരിക്കും കാവേരിക്ക് വാങ്ങിക്കൊടുത്ത സാരിയായിരുന്നു. അപ്പൊ തന്നെ നിവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വിശാലിന്റെ അടുത്തും തന്നെ രക്ഷിക്കുകയൊക്കെ ചെയ്തേ. ഇപ്പൊ തന്നെ കോളേജിൽ കൊണ്ട് വിടാന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ നിവിന്റെ ബൈക്കിന് പിന്നിൽ കയറി യമുന കോളേജിലേക്ക് പോവുകയാണ്. ഒരു 2 ദിവസം കൊണ്ടാണ് അവളുടെ മനസ്സ് മാറിയത്. കഴിഞ്ഞ ദിവസം വരെ വിശാലുമായിട്ട് കടുത്ത പ്രേമത്തിലായിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് ഈ മനമാറ്റം ഉണ്ടായത്. വിശാല് തേച്ച് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത നിവിന് തന്നോട് ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിച്ച് അവന്റെ ബൈക്കിന് പിന്നിൽ കയറി യമുന അങ്ങോട്ട് പോയി. അങ്ങനെ പോകുന്ന സമയത്താണ് ഈ കാഴ്ച ഗംഗ കാണുന്നത്. ഗംഗ എപ്പോഴും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാഴ്ച കാണുന്നത്. ഗംഗയ്ക്ക് അത് കണ്ടപ്പോൾ സഹിച്ചില്ല. യമുന നിവിന്റെ ബൈക്കിന് വലിയ കയറി പോകുന്ന കണ്ടു. കുറച്ചു മുമ്പ് അവൻ വേറൊരു പെണ്ണിനെ ബൈക്കിന് പിന്നെ വെച്ചോണ്ട് പോയി. ഇപ്പോഴാണ്ട് ഇവളെ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. ഗംഗയ്ക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊക്കെ കാവേരി അറിഞ്ഞു കഴിയുമ്പോൾ എന്താവും നമുക്ക് കണ്ടറിയണം. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.